ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ ബില്ല് എന്നിവയാണ് ലോക്സഭ പാസാക്കിയത്. ക്രിമിനൽ നിയമങ്ങൾക്ക് പകരമുള്ള സുപ്രധാന ബില്ലുകളായിട്ടും പ്രതിപക്ഷത്തിന് ചർച്ചയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ടായില്ല. മഹാഭൂരിപക്ഷം പ്രതിപക്ഷ എംപിമാരും കഴിഞ്ഞ 4 ദിവസത്തിനിടെ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. ഇന്നും പ്രതിഷേധം തുടർന്ന പ്രതിപക്ഷ നിരയിലെ AM ആരിഫ്, തോമസ് ചാഴിക്കാടൻ എന്നിവരെ കൂടി സസ്പെൻഡ് ചെയ്തു. സാമ്രാജ്യത്വ മനസ്ഥിതിയിൽ മാറ്റം വരുത്തുകയാണ് പുതിയ ബില്ലുകളിലൂടെയെന്ന് അമിത്ഷാ. व्यक्ति की स्वतंत्रता, मानव के अधिकार और सबके साथ समान व्यवहार, ये 3 सिद्धांतों के आधार पर बनाए जा रहे कानून है. ये इसका मूल परिवर्तन है. രാജ്യസഭയുടെ നടുത്തളത്തിലിറങ്ങിയും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. മിസ്റ്റർ ഇലമാറാം കരീം, ഗോ ടു യുവർ സീറ്റ്. രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖറെ തൃണമൂൽ അംഗം കല്യാൺ ബാനർജി അനുകരിച്ച സംഭവം വലിയ രാഷ്ട്രീയ വിവാദമായി BJP ഉയർത്തി. രാജ്യസഭയിൽ ഭരണപക്ഷ എംപിമാർ അധ്യക്ഷന് പിന്തുണയുമായി 1 മണിക്കൂർ എഴുന്നേറ്റ് നിന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസഭാ അധ്യക്ഷനെ വിളിച്ച് സംഭവം ദൗർഭാഗ്യകരമെന്ന് പറഞ്ഞു. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ പാർലമെന്റിന്റെ മാന്യത കാത്തുസൂക്ഷിക്കണമെന്ന് രാഷ്ട്രപതി. വിഷയത്തിൽ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മൗനം പാലിക്കുന്നുവെന്ന് ധൻഖർ രാജ്യസഭയിൽ. कि यदि अगर कोई व्यक्ति वीडियोग्राफी कर आनंद लेता है, एम्प्लीफाई करता है. എന്നാൽ അധ്യക്ഷനെ അപമാനിച്ചിട്ടില്ല എന്ന് കല്യാൺ ബാനർജി വിശദീകരിച്ചു. 150ഓളം എംപിമാരെ സസ്പെൻഡ് ചെയ്തിട്ടും അത് ചർച്ചയല്ല, തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ചർച്ചയല്ല എന്ന് രാഹുൽ ഗാന്ധിയുടെ മറുപടി. अदानी जी पे कोई चर्चा नहीं हो रही है. राफेल पे फ्रांस ने कहा है कि भैया इन्वेस्टिगेशन नहीं अलाउ हो रहा, उस पे कोई चर्चा नहीं हो रही है. बेरोजगारी पे कोई चर्चा नहीं हो रही है. രാജ്യസഭാ അധ്യക്ഷനെ തൃണമൂൽ അംഗം അനുകരിച്ചത് രാഹുൽ ഗാന്ധി വീഡിയോയിൽ പകർത്തി എന്ന് ചൂണ്ടിക്കാട്ടി ജാട്ട് സംഘടന കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.